ഒരാൾക്ക് അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം അത് സുജൂദിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സുജൂദിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരെ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തവരാണ്. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തവരാണ്. ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണല്ലോ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉസ്താദേ, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്, എന്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയണമെന്നുണ്ട്, എനിക്ക് നന്നാകണം ഉസ്താദേ എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ പോരെ? ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായി പരസ്യമായി ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഴുകിക്കളയാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യൻ ഉളുവെടുത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. പടച്ചറപ്പേ, ആ മനുഷ്യൻ സുജൂദിലേക്ക് ചെന്നാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവന്റെ പിരടിയുടെ മുകളിൽ വരികയാണ്, അവന്റെ തലയുടെ മുകളിലേക്ക് വരികയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും നിന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. നീ സുജൂദിലേക്ക് ചെന്നാ, നീ സുജൂദിലേക്ക് വീണാ, നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വാപ്പാ, സുജൂദ് ചെയ് വാപ്പാ, സുജൂദ് ചെയ് ചെറുപ്പക്കാരാ, നിന്റെ സുജൂദിനെ നീ ദീർഘിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. സുജൂദിൽ കിടക്കുമ്പോ അതാ ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നിന്റെ തലയുടെ മുകളിൽ ഇരിക്കുന്ന പാപങ്ങൾ അവിടെന്ന് പൊഴിഞ്ഞു വീഴുകയാ. റബ്ബേ, പാപം പൊറുക്കുന്ന ഒരു എളുപ്പവഴിയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പവഴിയാണ് റബ്ബേ സുജൂദ് ചെയ്യലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ എഴുന്നേറ്റ് ഓടല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ, സുജൂദിൽ കിടക്കടാ ചെറുപ്പക്കാരാ. കള്ളു കുടിച്ചല്ലോ, കഞ്ചാവടിച്ചല്ലോ, മയക്കുമരുന്ന് ഉപയോഗിച്ചല്ലോ, ഒരുപാട് നിസ്കാരങ്ങളെ കഥയാക്കിയല്ലോ, വ്യഭിചരിച്ചില്ലേ ചെറുപ്പക്കാരാ, പലിശ തിന്നില്ലേ ചെറുപ്പക്കാരാ, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് എന്തെല്ലാ പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തവരാ. ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകണ്ട്, ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി ശുദ്ധമാകണ്ട്, ഈ പാപങ്ങളൊക്കെ പൊറുക്കണ്ടേ മോനെ. ഒരു മനുഷ്യന് സുജൂദിൽ കിടന്ന അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നിസാരമല്ല ചെറുപ്പക്കാരാ, നിസ്കാരമെന്ന് പറയുന്നത് നിസാരമല്ല, സുജൂദ് എന്ന് പറയുന്നത് നിസാരമല്ല. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ അവയവങ്ങളെല്ലാം സുജൂദ് ചെയ്യണമല്ലോ. നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, രണ്ട് കൈപ്പത്തിയുണ്ടല്ലോ, കാലിന്റെ മുട്ടുകളുണ്ടല്ലോ, കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ, ഇതെല്ലാം സുജൂദ് ചെയ്യണേ. ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാൽ, ഇതിലെ ഏതെങ്കിലും ഒരു അവയവം നീ ഒഴിവാക്കിയാ, ആ അവയവം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഇവന് സുജൂദ് ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല അല്ലാ.
സുജൂദ് ചെയ്യാൻ വിടാത്തതിന്റെ പേരില് മൂക്ക് നീ ഭൂമിയിൽ മുട്ടിച്ചില്ലെങ്കിൽ ആ മൂക്ക് കരയുകയാണ്, നിനക്കെതിരെ ദുആ ചെയ്യുകയാ. നിങ്ങൾക്ക് സുജൂദിന്റെ വിലയറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവേ അവന്റെ ചാരത്തൊരു മലക്ക് നിൽക്കുകയാണ്. ഒരാള് നമസ്കരിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നാ അതാ ഒരു മലക്ക് അവന്റെ വലതുഭാഗത്ത്, ഇബ്ലീസ് ഇടതുഭാഗത്ത്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇഖ്ലാസോടെ ആത്മാർത്ഥമായി പടച്ച റബ്ബേ നിസ്കരിച്ച നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് അല്ലാഹുവേ നാളെ സുബഹിക്ക് പള്ളിയിൽ വന്ന് ഖതീബിന്റെ പുറകിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, അവിടെ നിന്ന് സലാം വീട്ടി, എന്നിട്ട് നീ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് മലക്ക് പറയുകയാ, മനുഷ്യ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഈ പോകുന്ന വഴിയിൽ നീ മരിച്ചാ സ്വർഗത്തിലാ. നാളെ ഈ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കാൻ വരുന്ന ചിലര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത അവരോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പടച്ചവനെ, രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവര് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ പറയുന്നു, നഷ്ടവാളി, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, പാപങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം പാഴാക്കി കളഞ്ഞല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. തൗബ ചെയ്യാതെ അടുത്ത വഖത്തിന് മുമ്പ് നീ മരണപ്പെട്ടാൽ, നാളെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നിനക്ക് സന്തോഷ വാർത്ത, നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചു, നീ സ്വർഗത്തിന്റെ അവകാശിയാ, പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാ ഇപ്പുറത്തിരിക്കുന്നവൻ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്ക് പറയും, എടാ നശിച്ചവനെ, എടാ നഷ്ടവാളി, അവസരം കളഞ്ഞല്ലോടാ. നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്ത് സ്വർഗത്തിൽ പോകാനുള്ള ഒരവസരം അല്ലാഹു നിനക്ക് തന്നിട്ട് നീ നരകത്തിലായി പോയല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്ത് നിസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നീ നരകത്തില എന്ന് മലക്കുകൾ പറഞ്ഞിട്ടാണ് അവനെ നിസ്കാരപ്പായിൽ നിന്ന് ഇറക്കി വിടുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുജൂദ് ചെയ്താൽ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട്, അങ്ങനെയാണല്ലോ ചില നന്മകൾ. ഒളുവെടുത്താൽ നമ്മുടെ പാപം പൊറുക്കുമല്ലോ അല്ലാഹ്. ഒളുവെടുക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ കൈ കഴുകുമ്പോൾ, അവന്റെ കാല് കഴുകുമ്പോൾ, അവന്റെ മുഖം കഴുകുമ്പോൾ, അവന്റെ ചെവി കഴുകുമ്പോൾ, അവന്റെ വാ കഴുകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു ആ വെള്ളത്തിനകത്ത് കഴുകി ശുദ്ധമാക്കും. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി സുജൂദിൽ കിടക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കും. നീ സുജൂദിൽ കിടക്കുന്നതിനനുസരിച്ച് ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും, ആ പാപങ്ങൾ പൊഴിഞ്ഞു വീഴും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ സുജൂദിനെ ദീർഘിപ്പിക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ പാപങ്ങൾ സുജൂദ് പൊറുക്കപ്പെടുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ പദവി അല്ലാഹു ഉയർത്തി തരും,
നിന്റെ പദവി അല്ലാഹു ഉയർത്തി തരും. അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ. ഒരാൾ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അധികമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന് അല്ലാഹു പദവികൾ കൊടുക്കും. അത് ദുനിയാവിലാകാം അല്ലെങ്കിൽ ആഖിറത്തിലാകാം. അല്ലാഹു അവന്റെ പദവി ഉയർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു പദവി ഉയർത്തി കൊടുക്കും. അത് പണത്തിന്റെ പേരിലല്ല, അധികാരത്തിന്റെ പേരിലല്ല, ആള് കൂടെയുള്ളതിന്റെ പേരിലല്ല. പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ നീ സുജൂദിൽ കിടന്ന ചില സ്ഥാനമാനങ്ങൾ അത് അല്ലാഹു കൊടുക്കുന്നതാ. അല്ലേ, പണം ഉണ്ടായിട്ടാ അല്ലെങ്കിൽ പള്ളി കെട്ടിക്കൊടുത്തിട്ട? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പള്ളിയിൽ 5 നേരം നിസ്കരിക്കാൻ വന്നിരുന്ന ചില വാപ്പമാരുടെ കയ്യിൽ പിടിച്ചിട്ട് ഉപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പലരും പറഞ്ഞിട്ടില്ലേ? ആ ഹാജിയാർക്ക് പ്രത്യേക പരിഗണന നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇതെങ്ങനെ 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് രാവും പകലും നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിലൂടെ അള്ളാഹുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അവർക്ക് അല്ലാഹു കൊടുത്ത പദവി പണവും പവറും ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലും അള്ളാഹു പദവികൾ കൊടുക്കും. അത് അല്ലാഹു കൊടുക്കുന്നതാ. നമ്മളെങ്ങനല്ല, നമ്മൾ പദവി കിട്ടാൻ വേണ്ടി, അധികാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണവും അധികാരത്തിനും വേണ്ടി ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്ന മനുഷ്യൻ. ലക്ഷങ്ങൾ ചെലവാക്കുന്നില്ലേ? സ്വന്തം ഫ്ലക്സ് അടിച്ചു വെക്കുന്നില്ലേ? ജയ് വിളിക്കാൻ ആളെ കൂട്ടുന്നില്ലേ? എന്തിന്? അള്ളാഹുടെ പള്ളി പോലും പരിപാലിക്കാൻ ഇലക്ഷൻ നടത്തുന്നില്ലേ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷനാണോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലം പറയുന്നില്ല. ഞാൻ വഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലക്സ് വെച്ചിരിക്കുന്നു. 32 പേര് ഒരു പാനലിൽ 32 പേര്. ചിഹ്നം പറയുണ്ടായിരുന്നു അവർക്ക്. എന്തിനു വേണ്ടിയാ? നിയമസഭ ഇലക്ഷൻ അല്ല, പഞ്ചായത്ത് ഇലക്ഷൻ അല്ല, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ കമ്മിറ്റിക്കാരുടെ ഇലക്ഷൻ. 32 പേര് മത്സരിക്കുകയാ. 32 3 പാനലുണ്ടായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു പള്ളിയിലെ പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? സെക്രട്ടറിക്കുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇത്രയും വാശി? എടാ, പണ്ട് നാട്ടുകാര് ചെന്നിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. ഹാജിയാര് പറയും, എനിക്ക് വയ്യ, നിങ്ങൾ ആരെങ്കിലും എടുത്തോളാൻ. ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം. അല്ലാഹ് എനിക്ക് വയ്യ, എനിക്ക് പേടിയാ. പടച്ചോനെ നിങ്ങൾ ആരെങ്കിലും ആയിക്കോ. ഇന്ന് പുറകിൽ ചെന്നിട്ട് 500ന്റെ നോട്ട് കൊടുത്തിട്ട് പറയും, പൊതുയോഗത്തിൽ എന്റെ പേര് പറയുമ്പോ കൈ പൊക്കണം, എനിക്ക് വോട്ടിടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അടിയടാ, പള്ളിയുടെ കമ്മിറ്റിക്കാരിൽ കയറാൻ പ്രസിഡന്റും സെക്രട്ടറിയാകാൻ തമ്മിലടി, പള്ളിമുറ്റത്ത് കിടന്നടി. ഒരു പള്ളിക്കകത്ത് തന്നെ 2 ജുമാ. എത്രയോ പള്ളികൾ കേരളത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ട് അധികാരത്തിന്റെ പേരിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉസ്താദിനൊക്കെ നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ കോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതിയാ തീരുമാനിക്കുക. എത്രയോ പള്ളികൾ പൂട്ടിയിടുന്നതോ എന്തിന്? അധികാരം. പ്രസിഡന്റ് എന്ന പദവി, സെക്രട്ടറി എന്ന പദവി, ആ കസേരയിൽ ഇരുന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാ ചിലർക്കൊക്കെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വേണ്ട സഹോദര, പള്ളി പരിപാലനമൊക്കെ മാറി എന്നിട്ട് ഇന്ന് ഭരണമായി മാറിയില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ നിങ്ങൾ നോക്കിയേ, സൗദി അറേബ്യയുടെ ഭരണാധികാരിയുടെ പേരിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഖാദിമുൽ കഅബ എന്നാ എഴുതിയേ, അല്ലെങ്കിൽ കഅബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പാർട്ടിയും രാഷ്ട്രീയവും ഒക്കെ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞു. ജാഹിലീങ്ങൾ, വിവരമില്ലാത്തവന്മാർ അവിടെ കയറിയിരിക്കുന്ന കാലമാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ മാണിക്കൂത്ത് പറഞ്ഞതല്ല, പൊതുവായിട്ട് പറഞ്ഞതാ. പൊതുവായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, പഠിക്കണം. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, ആർക്കെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്കറിയോ, പണ്ട് പ്രായമുള്ള വാപ്പമാര് വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ, സാധാരണ വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന പള്ളിയുടെ ഗേറ്റിന്റെ മുമ്പിൽ വെച്ച് 2 ചെരുപ്പ് ഊരി കയ്യെ പിടിച്ചിട്ട് പള്ളി കയറി വരുന്ന വാപ്പമാരുണ്ട്. അവര് ചെരുപ്പിടാതെ പള്ളിക്കകത്ത് കയറും. പള്ളിയുടെ കോമ്പൗണ്ടിൽ ചെരുപ്പിടാതെ കയറും. ചിലര് നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ ഗേറ്റിൽ കാലിങ്ങനെ തട്ടും. എന്തിനെന്നറിയോ? തന്റെ കാലിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണ് അല്ലാഹുടെ മണ്ണാ. അള്ളാഹു ബൈത്തുൽ മാലായത് അല്ലാഹുടെ മണ്ണാ. ഈ മണ്ണ് ചെരുപ്പിൽ പറ്റിച്ചിട്ട് പുറത്തു കൊണ്ടിട്ടാ അല്ലാഹ് എന്നോടെങ്ങാനും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ അവസ്ഥയോ നമ്മുടെ മാണിക്കൂത്ത് പള്ളി, ഞാൻ ഇവിടെ പോയിട്ടില്ലെങ്കിലും
പള്ളിയിലെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഏകദേശം പള്ളികളിൽ പോകുമ്പോ കാണാം പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കുറച്ച് ചെരുപ്പ് കിടക്കുന്നുണ്ട്. ആ ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കുക. ആ ചെരുപ്പ് വരെ വെട്ടിയിട്ടിരിക്കുക. അവനവന്റെ ചെരുപ്പ് കണ്ട് അറിയില്ലേ? സിറാജിന് സിറാജിന്റെ ചെരുപ്പ്, പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ചെരുപ്പ്, നിനക്ക് നിന്റെ ചെരുപ്പ്. അപ്പൊ ആ പള്ളിയുടെ മുമ്പിലിട്ടിരിക്കുന്ന ചെരുപ്പ് പോലും വെട്ടിയിട്ടിരിക്കുക. ചിലപ്പോ അടിച്ചോണ്ട് പൊക്കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. അവസ്ഥ ഇതാണോ ഇന്നത്തെ പള്ളിയുടെ അവസ്ഥ? ആദിവാദിയൊക്കെ എടുക്കുമ്പോഴാ പേടി, പിന്നെ ഒരു പേടിയില്ല, ശീലമായില്ലേ ഭാര്യ. എത്ര അള്ളാഹുവിന്റെ പള്ളിയുടെ പൈസ നിങ്ങൾക്കറിയോ? ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ പഠിക്കാൻ ഞാനൊരു ചരിത്രം പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ ഖലീഫയാ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയാ. തന്റെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ വന്നു. ഒരു കുടുംബക്കാരൻ വൈകുന്നേര സമയത്ത് കയറി വന്നു. റൂമിനകത്ത് കയറി വന്നിട്ട് ഈ ചങ്ങാതി ഇറങ്ങിപ്പോണില്ല, അവിടെ ഇരുന്നുകൊണ്ട് കുടുംബകാര്യം പറയുക. അവിടെ ഇരുന്നു കൊണ്ട് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാ. ഒരുപാട് സമയമായിട്ടും ഇറങ്ങി പോകാതെ വന്നപ്പോ ഉമർ തങ്ങൾ ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. ആ കത്തിച്ചു വെച്ച വിളക്കണച്ചു കളഞ്ഞു. റൂമിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട്. ഇയാള് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ കളിയാക്കുന്നു ഉമറെ, നീ എന്നെ പരിഹസിക്കുന്ന ഉമറെ, എന്തിനാ വിളക്കണച്ചേ? ഉമർ തങ്ങളുടെ നേരെ കടന്നിട്ട് ചാടുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്തു വാങ്ങിച്ച എണ്ണയാ. കുടുംബകാര്യം പറയുമ്പോ കത്തിച്ചു വെച്ചാ ചിലപ്പോ ഞാൻ നാളെ നരകത്തിൽ കടന്ന് കത്തേണ്ടി വരും, പേടിച്ചിട്ടാണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മാണിക്കോത്ത് പള്ളിയിലെ സെക്രട്ടറിയോ പ്രസിഡന്റോ കമ്മിറ്റിക്കാരോ പള്ളിയുടെ കാര്യം നോക്കാൻ കമ്മിറ്റി ഓഫീസിൽ ഫാന് വിട്ടിങ്ങനെ ഇരിക്കുക. അപ്പോഴാ ഒരു ചങ്ങാതി കയറി വന്നു. ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ ഇരുന്നോണ്ട് കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇറങ്ങിപ്പോണേ ഇല്ല. അവിടെ ഇരുന്നു കൊണ്ട് ദുനിയാവിന്റെ കാര്യം, കച്ചവടത്തിന്റെ കാര്യം, കുടുംബകാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഇട്ടിരിക്കുന്ന ഫാൻ ഓഫാക്കണമെന്നാ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ ഓഫാക്ക? ആരാ ഓഫാക്ക? ഇതാ പള്ളി. ഇത് തീക്കട്ടയാ. ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നവര് സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ കയറിയിരിക്കുന്നവര് 100 വട്ടം ആലോചിച്ചിട്ട് വേണം ഈ പണിക്ക് കയറാൻ. കാരണം ഇത് അള്ളാഹുടെ വീട്, സൂക്ഷിക്കണം. ഒന്നുകിൽ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നരകത്തിൽ പോകാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അത് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരം. ഈ സ്ഥാനമാനങ്ങൾ, ഈ അധികാരവും സ്ഥാനമാനങ്ങളും തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാ. ആദ്യം അത് പഠിക്കുക. ഒരിക്കലും സ്ഥാനമാനങ്ങൾ എനിക്ക് താ എന്ന് പറഞ്ഞ് ചോദിച്ചു പോകരുത്. എനിക്കിതാ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു വാങ്ങാൻ പോകരുത്. ഈ സ്ഥാനമാനങ്ങൾ നിന്നെ തേടി വരണം. നിങ്ങൾ നോക്ക്, നിങ്ങൾ അതിന് അർഹന എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ വന്ന് പറയണം. അതാ അധികാരം. അല്ലാതെ തേടിപ്പോയ നിന്റെ അവസാനം മോശമാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഒന്നുകിൽ അധികാരം കൊണ്ട് പള്ളി കമ്മിറ്റിയിൽ കയറുന്നത് കാരണം നിനക്ക് അംഗീകാരമുണ്ടാകും, നിനക്കൊരു സ്ഥാനമുണ്ടാകും, ജനങ്ങൾ നിന്നെ ആദരിക്കും, നിന്നെ ബഹുമാനിക്കും, അള്ളാഹ് നിനക്കൊരു സ്ഥാനം തരും, ഇസ്സത്ത് തരും. ഇല്ലെങ്കിൽ നാണം കെട്ടിറങ്ങി പോകേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുജൂദ് ചെയ്യടോ, 5 നേരം നിസ്കരിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കമ്മിറ്റിക്കാര് പോലും നിസ്കരിക്കാത്ത കാലവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പല പള്ളികളിലും അള്ളാഹുടെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോണവരില്ലേ? കമ്മിറ്റി ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുന്നവരില്ലേ? ഇത് ഇവർക്ക് നിസ്കാരമില്ലേ? എടോ, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. 10 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഒരുത്തനും പള്ളിയിൽ നിസ്കരിക്കാൻ വരുവോ? വരൂല. വരുവോ? നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണം, വരുവോ? ഒരു 10 കൊല്ലം മുമ്പ് പള്ളി വരുന്ന ആരെങ്കിലും കള്ളു കുടിക്കൂ? കുടിക്കത്തില്ല. കള്ളു കുടിക്കുന്നവൻ പള്ളി വരത്തില്ല. പള്ളി വരുന്നവൻ വ്യഭിചരിക്കത്തില്ല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല. പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല. ഇന്ന് അങ്ങനല്ല. കള്ളും കുടിക്കും, പള്ളി നിസ്കരിക്കാനും വരും. വ്യഭിചരിക്കും, പള്ളി നിസ്കരിക്കാൻ വരും. പലിശ കച്ചവടം നടത്തും, പള്ളി നിസ്കരിക്കാൻ വരും. കമ്മിറ്റിക്ക് വരെ കയറിയിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പള്ളിയിലെ ഖത്തീബിന് എന്തെങ്കിലും പറയാൻ പേടിയാ. വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് പ്രസംഗിക്കുമ്പോ കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാൽ, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞാൽ, പലിശ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞാൽ, പള്ളിക്കകത്തിരിക്കുന്നവൻ പറയും, അതെന്നെ കുറിച്ചാടാ പറഞ്ഞേ.
അതങ്ങനെ എനിക്കിട്ട് വെച്ചത് എന്നെ ഒന്ന് തെള്ളിയതാ, എന്നെ കുറിച്ചായി എന്ന് പള്ളിക്കകത്തിരിക്കുന്ന ഓരോ മനുഷ്യനും തോന്നും. എന്നിട്ട് പറയാ ഇയാൾ എവിടുന്ന് പറഞ്ഞു വിടണം, നിർത്തി കഴിഞ്ഞാൽ പറ്റൂല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? റബ്ബേ, ഒന്നവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു അവന് പദവി കൊടുക്കുകയാണ്, സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ചെറുപ്പക്കാരാ, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പഠിക്കണമല്ലോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നടന്നു പോകുന്ന ഖാദിമായി പോകുന്ന ചെറുപ്പക്കാരനാ, അല്ലാഹുവിന്റെ പ്രവാചക ചെറുപ്പക്കാരനാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് യാത്ര പോയി. നബി തങ്ങൾ രാത്രി കിടക്കുമ്പോ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന് കാവലിരിക്കുകയാ. നബി തങ്ങൾക്ക് അവിടെ നിൽക്കണമല്ലോ, അവിടെ ഒതുപെടുക്കണമല്ലോ. നബി തങ്ങൾ നോക്കുമ്പോ വല്ലാത്ത തണുപ്പാട്. നബി തങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കുന്നു, റബ്ബേ അല്ലാ, എങ്ങനെയാ അല്ലാ പടച്ചോ. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചൂടുവെള്ളവുമായി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ചൂടുവെള്ളവുമായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ നബിയെ ചൂടുവെള്ളം ഒതുവെടുക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാണ്. പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ രാത്രി അവിടെ ഉറങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒതുവെടുക്കുന്നതിന് വേണ്ടി കൊടുക്കാ വീടിന്റെ പുറത്ത് വെള്ളവും തയ്യാറാക്കി കാത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ അത്ഭുതപ്പെടുകയാണ്. എന്തൊരു സ്നേഹമാ പടച്ചവനെ, ഈ ചെറുപ്പക്കാരൻ എന്നോട് എന്ത് സ്നേഹമാ പടച്ചവന്. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കാനാ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. കാരണം ആ ചെറുപ്പക്കാരൻ നബിതങ്ങളെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂലിന് സ്നേഹം കൂടിയപ്പോ അവിടെന്ന് ചോദിക്കുന്നു, റബിയ, നിനക്കെന്ത് വേണം റബിയ? മോനെ, നിനക്കെന്താണ് വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ചോദിക്ക്, ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അസ്അലുക മുറാഫതക ഫിൽ ജന്ന. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത് സമ്പത്തായിരുന്നില്ലോ, അധികാരമായിരുന്നില്ലോ, കേറിക്കിടക്കാ വീടായിരുന്നില്ലോ, കഴിക്കാ ഭക്ഷണമായിരുന്നില്ലോ, ധരിക്കാ വസ്ത്രമായിരുന്നില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബി തങ്ങളേ, എനിക്ക് സ്വർഗത്തിനങ്ങയുടെ കൂടെ നടക്കണം നബിയേ.
എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിനും അങ്ങയുടെ കൂടെ ഇതുപോലെ നടക്കണം നബിയേ. എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം നബിയേ. അല്ലാഹുവിന്റെ സ്വർഗത്തിലും എനിക്ക് അങ്ങയുടെ കൂടെ കടന്നു വരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാ, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കടാ ചെറുപ്പക്കാരാ. ഈ സ്വർഗ്ഗത്തിൽ എന്റെ കൂടെ നടക്കലല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും വേണോ? ഈ ദുനിയാവിന് നിനക്ക് എന്തെങ്കിലും വേണോ? എന്ത് ചോദിച്ചാലും തരുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കണമെന്നാണ് പറയുന്നത്. നബി തങ്ങളോട് പറയുകയാ, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ. എന്റെ ആഗ്രഹം അതാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ, സ്വർഗത്തിൽ നാളെ എന്റെ കൂടെ നടക്കണോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ? നടക്കാ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഫഅനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബി തങ്ങൾ പറയുന്നു, റബിയ, സുജൂദിനെ അധികരിപ്പിക്കണേ റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമസ്കരിക്കടാ പൊന്നുമോര്, നിന്റെ കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ സുജൂദുകൾ ചെയ്യൂ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, നിസ്കരിക്കടാ റബിയ. നാളെ ആരാരും തിരിഞ്ഞു നോക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചു നിന്നെ ഞാൻ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാ. നീ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കാ റബിയ. അതിനവിടുന്ന് സുജൂദുകൾ അധികരിപ്പിക്കാൻ നബി തങ്ങൾ പറയുമ്പോ, പടച്ചറപ്പേ, വഴുതുകൾ കാമെന്ന ചെറുപ്പക്കാരാ, ഈ ഉറൂസിനെ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിൽ വന്നിട്ട് അവസാന ദിവസം വഅദിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ഒരു ആമീൻ പോലും പറയാ മനസ്സില്ലാതെ റോഡിലൂടെ തെക്ക് വടക്ക് കടകൾ കയറിയിറങ്ങി നടക്കുന്ന പെങ്ങള്, പർച്ചേസ് നടത്താൻ ഒരുപാട് അവസരമുണ്ട് മോള്, അതിനൊരുപാട് മാർഗമുണ്ട് മോള്. പക്ഷേ അല്ലാഹുവിന്റെ ആരിഫായ ഒരു മഹാനിന്റെ ഉറൂസിന് വന്നിട്ട്, മോളെ, അല്ലാഹു നിനക്ക് ഇതുപോലെ ഒരു അവസരം തരുമ്പോ മജ്ലിസിനകത്ത് കയറിയിരുന്ന പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ മനസ്സില്ലാതെ നടക്കുന്ന പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സ്വർഗം തരാമെന്നല്ലോ, നബി തങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയോ, നാളെ പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു മനുഷ്യനും ചിന്തിച്ചാൽ അവന് പിടികിട്ടാത്ത, നിന്റെ ചിന്തകൾക്കപ്പുറത്ത് നീയൊക്കെ സ്വപ്നത്തിൽ പോലും കാണാത്ത പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ എന്റെ കൂടെ നടക്കണോ? എന്റെ കൂട്ടുകാരനാകണോ? എന്റെ സാമീപ്യം നിനക്ക് വേണോ? നബി തങ്ങൾ പറയുകയാ, നിസ്കരിക്കണോ? ഈ ലോകത്തിന്റെ
അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സുജൂദുകൾ അധികരിപ്പിക്ക്. നിന്റെ കഴിവിന്റെ പരമാവധി നിനക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്ന അത്രയും നീ സുജൂദ് ചെയ്യ്. നാളെ എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നിനക്ക് ഒരുമിച്ച് നടക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആള് കയറാത്തതിന്റെ കാരണമിതാ. കാരണം നബിതങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ നബിതങ്ങളോടൊപ്പം നടക്കണ്ടേ? അതിനെല്ലാവർക്കും പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്. ഈ കിടക്കുന്ന മഹാനവറുകൾ ഖാലി ഹസൈന റളിയല്ലാഹു തആല മഹാനവറുകളുടെ ഉറൂസാണല്ലോ. ഈ ഉറൂസിന് വന്നിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ മുതൽ അങ്ങ് ജംഗ്ഷൻ വരെ നടന്നു നോക്ക്. ഈ രണ്ട് സൈഡിലും ആണും പെണ്ണും ഇങ്ങനെ നടക്കുകയാ. ഇവരെന്തിനു വന്നതാ? ഉറൂസിന് വന്നതാ. ഇവരെന്തിനു വന്നു? പർച്ചേഴ്സിന് വന്നവർ. ഞാൻ ചോദിക്കട്ടെ, ബേക്കലിൽ ഫെസ്റ്റിവല് നടന്നല്ലോ 10 ദിവസം. എന്തായിരുന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 1.5 ലക്ഷം പേരൊക്കെ അവസാന ദിവസം പങ്കെടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് വയത് കഴിഞ്ഞ് വരുമ്പോ ഹദ്ദാദിലുള്ള പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ ഇതിലേ പോകണ്ട, 3 കിലോമീറ്റർ ബ്ലോക്കാ. 3 കിലോമീറ്റർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി 2 മണിക്ക് വരുമ്പോ പടച്ചവനെ, പെണ്ണുങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് വണ്ടി തെരഞ്ഞ്. കിലോമീറ്ററുകളോളം വണ്ടി തെരഞ്ഞിട്ട് നടക്കുക. പർച്ചേസ് നടത്താൻ അവസരം ഉണ്ടായിരുന്നല്ലോ. അതങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരെ സ്നേഹിക്കണമടോ, ഇവരെ ആദരിക്കണം. നിങ്ങൾക്ക് ഞാൻ ഈ പള്ളിയുടെ മുമ്പിലൂടെ എപ്പോൾ പോയാലും ഒരു ഫാത്തിഹ ഞാൻ ഓതും. എനിക്കിതിനകത്ത് കിടക്കുന്ന മഹാന്റെ മഹത്വം എനിക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്ഥാനം പോകാൻ സമയമായോ? 12 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു പള്ളിയിലെ ഖത്തീബ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പള്ളിയിൽ അങ്ങനെ വരാറില്ല. സാധാരണ ഒരു പള്ളിയിലെ ഖത്തീബ് പോയി കഴിഞ്ഞാൽ വരാറില്ല. അൽഹംദുലില്ലാ. ഉസ്താദ് അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷം. ഇന്നും ഈ നാടുമായിട്ട് വല്ലാത്ത ബന്ധം. ഓരോ വീടുകളും ഞാനും അൽഹംദുലില്ലാ ചിന്തിച്ചു പോയി. വല്ലാത്തൊരു ബന്ധമാണ് ഉസ്താദ് അവർക്കുള്ളത്. അൽഹംദുലില്ലാ. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ നാട്ടികയിൽ നമ്മുടെ യൂസുഫ് അലി സാഹിബിന്റെ നാട്ടിലാണ്, അവിടുത്തെ പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ആരാണെന്ന് അറിയണം. ഇവരൊക്കെ സാധാരണ ആൾക്കാരൊന്നുമല്ല. ഇവര് സാധാരണ ആൾക്കാരൊന്നുമല്ല. ഇവർ അള്ളാഹുവിനെ അറിഞ്ഞവരാ. ഇവർ അള്ളാഹുവിലേക്ക് അടുത്തവരാ. ഇവരെ നമ്മളെ സ്നേഹിച്ച നമ്മളെ തിരിച്ചിവരെ സ്നേഹിക്കും. ഇന്നലെ മാലിക് ദിനാർ പള്ളിയിൽ, ഇന്നലെ അവിടുത്തെ ഉറൂസിന്റെ അവസാന ദിവസമായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ വഅദിന് പോയപ്പോൾ അവിടുത്തെ ഖതീബായ മജീദ് ബാക്കവി ഉസ്താദ് എനിക്ക് മുമ്പൊരു പ്രഭാഷണം നടത്തി. ആ പ്രസംഗത്തിൽ ഉസ്താദ് അവരുകൾ പറയുന്നു, ഞാൻ നോക്കുമ്പോൾ ഒരു വാപ്പ കരഞ്ഞുകൊണ്ട് മക്കാമിലേക്ക് കയറി വന്നു. ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് മക്കാമിലേക്ക് കയറി വന്നു ദുആ ചെയ്തു. വല്ലാത്ത പ്രയാസം. ചോദിച്ചു, എന്തേ? കരഞ്ഞുകൊണ്ട് വന്നിട്ട് പോകുന്ന മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയോ മകളെങ്ങാണ്ടോ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കയറ്റി. ഡോക്ടർ പറഞ്ഞു ഇത്തിരി സീരിയസാ, സർജറി ചെയ്യണം. ആ മനുഷ്യൻ മക്കാമിൽ വന്ന് ദുആ ചെയ്തു, തിരിച്ചിറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വരുന്നുണ്ട്. പിന്നെയും മനുഷ്യൻ വന്നു. എന്തായി? ഒന്നുമായില്ല. മക്കാമിനകത്ത് കയറി ദുആ ചെയ്തു, തിരിച്ചിറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞു, രണ്ടാമതും വന്നു. ദുആ ചെയ്തു തിരിച്ചുപോയി. മൂന്നാമതും വന്നു. എന്തേപ്പാ? ഒന്നും ആയില്ല. എൻ്റെ ഭാര്യ എന്തായിന്ന് വെച്ചാൽ പറഞ്ഞു, പ്രസവം ഇത്തിരി സീരിയസാ. ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റ് കൂടെ നോക്കും, സർജറി ചെയ്യണമെന്നാ പറയുന്നേ. മൂന്നാമതും മക്കാമിൽ വന്നു, ദുആ ചെയ്തു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങുമ്പോൾ ഫോൺ അടിച്ചു. എടുത്ത ഉടനെ പറഞ്ഞു പ്രസവിച്ചു എന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണോ ഒരു മനസ്സ്? അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അവച്ചിരിക്കുന്നത് 1ഉം 2ഉം പ്രാവശ്യം വന്നിട്ട് നടന്നില്ല എന്ന് പറഞ്ഞ് പോകലല്ല. വീണ്ടും വീണ്ടും മനസ്സടുത്തടുത്ത് അങ്ങോട്ട് വരുമ്പോൾ അതാ പെട്ടെന്ന് നടക്കാൻ. നമ്മളാരും അംബാനിയുടെ മക്കളൊന്നും അല്ലല്ലോ. എല്ലാം വന്ന ഉടനെ അങ്ങ് കാര്യങ്ങൾ കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഏർവാടിയിൽ പോയപ്പോ ഈ നാട്ടുകാരായ പലരും അവിടെ ഉണ്ട്. ഈ നാട്ടുകാരായ പലരെയും ഏർവാടിയിൽ വെച്ച് ഇബ്രാഹിം ബാദുഷാ ഉപ്പാട മക്കാമിന്റെ മുമ്പിൽ വെച്ച് കണ്ടു. അള്ളാഹു ഇവിടുത്തെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും പറഞ്ഞ കാര്യം, ഉസ്താദെ മാണിക്കൂത്ത് വഴുതിന് വരുമ്പോ സിഹറിനെ കുറിച്ചൊന്ന് പറയണേന്നാ. ഈ നാട്ടുകാരായ പലരും പറഞ്ഞത്, ഉസ്താദെ സിഹറിനെ കുറിച്ചൊന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ട് വേണം ഞാനും കൂടെ അകത്ത് പോയി കിടക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. പറയാൻ പേടിയാ. 101 രൂപയും ഒരു വെറ്റിലയുണ്ടെങ്കിൽ എല്ലാം നടക്കുമ്പോഴോ. ഒരുപാട് സഹോദരങ്ങൾ ഈ പള്ളിയുടെ പരിസരത്തുള്ള പലരെയും ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പടച്ചവനെ നാടും വീടും വിട്ട് അവിടെ വന്ന് കിടക്കുന്നവർ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ മഹാനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കടോ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാർ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. കാഞ്ഞങ്ങാട് ടൗണിലെത്തിയാൽ പുതുകോട്ട മക്കാമ്, അത് കഴിഞ്ഞാൽ അതിഞ്ഞാല്, അത് കഴിഞ്ഞാൽ മാണിക്കോത്ത്, അത് കഴിഞ്ഞാൽ പൂച്ചക്കാട്, ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ എത്ര മക്കാമുകളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു മഹാന്മാരുടെയൊക്കെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരെയൊക്കെ നിങ്ങൾ സ്നേഹിച്ച ഇവർ നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു തരും. ഇവർ നിങ്ങളെ സ്നേഹിക്കും. ഇവരുടെ ആ ഒരു ആദരവും ഒരു തർബിയത്തും നമുക്ക് കിട്ടും. അള്ളാഹു അവിടുത്തെ പൊരുത്തം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, നാളെ നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നടക്കണം. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ, ഒന്ന് സ്വലാത്ത് പറഞ്ഞേ, സ്വല്ലല്ലാഹു. സെറ്റുകാരെന്തേപ്പാ ഇത്തിരി സൗണ്ട് വെച്ചാൽ മോനെ, നാളെ 2 ദിവസം കൂടെ വയലുണ്ട്. കാരണം നമ്മൾ ഈ തൊണ്ട പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. വയല് പറയുന്ന ഉസ്താദിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, തൊണ്ട വയ്യ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ, മയ്യത്ത് മരിച്ചെന്ന് പറഞ്ഞാൽ പറയത്തില്ല, ഒന്ന് കൊണ്ടുവച്ചിട്ട് പൊക്കോളെ. മരിച്ചു എന്ന് പറയുമ്പോൾ പറയത്തില്ല, ഒന്ന് കൊണ്ടുവച്ചിട്ട് പൊക്കോളെ. ഇതുപോലെ വയല് പറയുന്ന ഉസ്താദിന്റെ അവസ്ഥ, എത്ര വയ്യാന്ന് പറഞ്ഞാലും ഒന്ന് വന്നിട്ട് പൊക്കോളാൻ പറയും. പ്രസംഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് സ്റ്റേജിൽ കയറിയിട്ട് പോകാൻ പറയും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അള്ളാഹു നമ്മുടെയൊക്കെ ശബ്ദം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.